Okay. Hello, hi. Welcome back to Onnice Academy. So, after a long autumn vacation, നമ്മൾ ഹിന്ദു അനാലിസിസ് അല്ലെങ്കിൽ സിംപ്ലിഫൈഡ് അനാലിസിസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്ന് നോക്കാൻ പോകുന്നത് 23 സെപ്റ്റംബർ 2024 മൺഡേ വന്നിട്ടുള്ള ഒരു ഹിന്ദു ന്യൂസ് പേപ്പറാണ്. സോ ഫ്രം ദി ബിഗിനിങ് ഫസ്റ്റ് പേജിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ article starting with GST Council is looking at tax rates item by item for rationalization. ഫിനാൻസ് മിനിസ്റ്റർ. ഇപ്പോൾ ഫിനാൻസ് മിനിസ്റ്ററിന്റെ റീസെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ഈ ആർട്ടിക്കിൾസിൽ പറഞ്ഞ റാഷണലൈസേഷൻ എന്നാണ്. അപ്പൊ നമുക്ക് എന്താണ് ഈ GST റാഷണലൈസേഷൻ അല്ലെങ്കിൽ ടാക്സ് റാഷണലൈസേഷൻ എന്നുള്ള കാര്യങ്ങൾ എക്കണോമിയിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഡിഫറെന്റ് പ്രൊഡക്ട്സുകൾക്ക് അല്ലെങ്കിൽ ഡിഫറെന്റ് സർവീസിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാക്സ് റേറ്റുകൾ നിലവിൽ അനുവദിച്ച് നൽകിയിട്ടുണ്ട്. സോ ഈ ടാക്സ് റേറ്റുകൾ റാഷണലൈസേഷൻ, ദാറ്റ് മീൻസ് റാഷണലൈസേഷൻ മീൻസ് ഒന്നുകൂടി അതിനെപ്പറ്റി റീതിങ്ക് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ GST കൗൺസിൽ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരുപാട് പ്രൊഡക്ട്സുകളെ പറ്റി ഒരുപാട് സർവീസസിന്റെയും GST റേറ്റ്സുകൾ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. സോ അതിന് പുറമെ തന്നെ GST കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റും കൂടി ഇവിടെ പറയുന്നുണ്ട്. സോ എന്താണ് GST കോമ്പൻസേഷൻ? സോ ദാറ്റ് മീൻസ് നമ്മുടെ നിലവിലുണ്ടായിരുന്ന ടാക്സ് സിസ്റ്റംസ് മാറ്റി 2016 GST ഇംപ്ലിമെന്റ് ചെയ്ത സമയത്ത് സ്റ്റേറ്റ് ഗവൺമെന്റിനും കൂടിയാണ് GST ഇംപ്ലിമെന്റ് ചെയ്തത്. സോ ആ ഒരു പെർട്ടിക്കുലർ ടൈമിന്റെ അകത്ത് സ്റ്റേറ്റിന് ഉണ്ടായിരിക്കുന്ന നഷ്ടങ്ങൾ നികത്തുന്നതിന് വേണ്ടിയിട്ട് GST കൗൺസിൽ GST കോമ്പൻസേഷൻ എമൗണ്ട് നൽകിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതിനാണ് GST കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിലവിൽ ഈ GST കോമ്പൻസേഷൻസ് ഗവൺമെന്റ് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. ബട്ട് എന്നിരുന്നാൽ പോലും സെസ് ലെവി ചെയ്യുന്നത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്ന പറയുന്നത്. ദാറ്റ് മീൻസ് ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമുക്ക് GST ഉണ്ട്, അതുപോലെ തന്നെ സെൻട്രലിന്റെ സെസ്സുകൾ ലെവി ചെയ്യാറുണ്ട്. സോ സെസ്സുകൾ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറയുന്നത്. സോ അതൊരു ബേസിക് ആയിട്ടുള്ള എക്കണോമിക് ടേം ആണ്. നമുക്ക് ആകെ അറിയേണ്ട കാര്യത്തിൽ GST കോമ്പൻസേഷൻ എന്താണെന്നുള്ള കാര്യങ്ങളും സോ എന്താണ് റാഷണലൈസേഷൻ ഓഫ് ടാക്സേഷൻ സിസ്റ്റം എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. മൂവിംഗ് ഓൺ ടു ദ നെക്സ്റ്റ് ആർട്ടിക്കിൾ. Confusion over alert on entry of trained Kuki militants into Manipur. ഇത് മണിപ്പൂർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. അപ്പൊ ഈ ആർട്ടിക്കിൾസിൽ പറയുന്നത് ഏകദേശം 9,000 second. Okay. Sorry. സോ ഈ ആർട്ടിക്കിൾസ് നോക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മണിപ്പൂരിലുള്ള കലാപങ്ങൾ അല്ലെ, മണിപ്പൂർ ഇഷ്യൂസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ അവിടെ നമുക്ക് കുക്കി ആൻഡ് മെയ്റ്റി എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ട് ട്രൈബൽ കമ്മ്യൂണിറ്റിയും ബന്ധപ്പെട്ടിരുന്ന ഇഷ്യൂസ് ആയിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ മണിപ്പൂർ ഇഷ്യൂസിൽ കണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പം റീസെന്റ് ആയിട്ട് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ആർമി നമ്മുടെ മണിപ്പൂർ സെക്യൂരിറ്റി അഡ്വൈസർ എടുത്തുന്ന ഒരു റിപ്പോർട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു റിപ്പോർട്ട് ലീക്ക് ആയതുമായി ബന്ധപ്പെട്ടാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ബട്ട് നമുക്ക് അറിയേണ്ടത് കാര്യം മ്യാൻമാറിൽ നിന്ന് ട്രെയിൻ ചെയ്യപ്പെട്ട് വന്നിട്ടുള്ള ഏകദേശം 900ഓളം ട്രെയിൻഡ് ആയിട്ടുള്ള കുക്കി മിലിറ്റൻസ് മ്യാൻമാറിൽ നിന്ന് ട്രെയിനിങ് കഴിഞ്ഞ ശേഷം മണിപ്പൂരിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് നെക്സ്റ്റ് ഒരു കലാപം തുടരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. ബട്ട് ഇവിടെ ഇന്റലിജൻസിന്റെ ഒരു പേപ്പേഴ്സ് ലീക്ക് ആയതിനെ പറ്റിയാണ് പറയുന്നത്. നമുക്ക് അതിലേക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഈ ആർട്ടിക്കിൾസ് നോക്കിക്കാണാം. സോ കുറച്ചുകൂടി ബെറ്റർ നമുക്ക് ആ ഒരു മിലിറ്റന്റ് ആക്ടിവിറ്റീസ് അവിടെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പൊ മണിപ്പൂർ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. കുക്കി ആൻഡ് മെയ്റ്റി കമ്മ്യൂണിറ്റി എന്താണെന്നുള്ള കാര്യങ്ങൾ മാത്രം ഒന്ന് അറിയാൻ ശ്രമിക്കുക. ഓക്കെ, സോ ദ നെക്സ്റ്റ് ആർട്ടിക്കിൾ റിഗാർഡിംഗ് അബൌട്ട് ക്വാഡ് മീറ്റിംഗ് ഓർ ക്വാഡ്രിലാറ്ററൽ ഗ്രൂപ്പിംഗ്. നമുക്കറിയാം ക്വാഡ്രിലാറ്ററൽ ഗ്രൂപ്പിംഗ് ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ ആൻഡ് US അടങ്ങിയിട്ടുള്ള ഇന്തോ പസഫിക് റീജിയനിലുള്ള ഒരു ഗ്രൂപ്പിംഗ് ആണ് ക്വാഡ് എന്ന് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ക്വാഡ് ഗ്രൂപ്പിംഗ് ഉണ്ട്. കൺസെൻസസ് ആയിട്ട് ക്വാഡിന്റെ മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. നമുക്ക് ഇതിൽ ഇന്റർനാഷണൽ റിലേഷൻസിൽ പഠിക്കുന്ന സമയത്ത് വെസ്റ്റേൺ പവേഴ്സ് അതുപോലെ തന്നെ ഈസ്റ്റേൺ പവേഴ്സിൽ ആരൊക്കെയുള്ളത്? ചൈന, റഷ്യ തുടങ്ങിയിരിക്കുന്ന കൺട്രീസ് ആണ് ഇവിടെ ഉള്ളത്. പലപ്പോഴും ചൈനീസ് അഗ്രസീവ് പോളിസികൾ നമ്മുടെ ന്യൂസ് പേപ്പേഴ്സിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
സോ അതിന്റെ ഭാഗമായിട്ട് ഇന്തോ പസഫിക് റീജിയണിൽ ചൈനയുടെ ഒരു അഗ്രസീവ് പോളിസികളൊക്കെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രൂപ്പിംഗ്, ക്വാഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഗ്രൂപ്പിംഗ്സ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇതില് ഓസ്ട്രേലിയ, ഇന്ത്യ, അമേരിക്ക, അതുപോലെ തന്നെ ജപ്പാൻ. സോ ഈ 4 കൺട്രീസ് ആണ് ക്വാഡ് ഗ്രൂപ്പിംഗിനകത്തുള്ളത്. നമുക്ക് ഈ ഗ്രൂപ്പിംഗ്, ഇന്റർനാഷണൽ ഗ്രൂപ്പിംഗിന് ഇമ്പോർട്ടന്റ് ആയ ഗ്രൂപ്പിംഗ് ആണ് ക്വാഡ് ഗ്രൂപ്പിംഗ്. അപ്പം ഈ ഒരു ഇതിൽ പറയുന്ന ആർട്ടിക്കിൾസിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വാഡ് ഗ്രൂപ്പിംഗിൽ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു മീറ്റിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോ എന്തൊക്കെയാണ് അവരുടെ ഇനീഷ്യേറ്റീവ്സുകൾ മുന്നോട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ക്വാഡ് സ്ട്രോങ്ലി കണ്ടം ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ ഒപ്പോസ് ചെയ്യുന്നത് സൗത്ത് ചൈന സീയിലുള്ള ചൈനയുടെ അഗ്രസീവ് പോളിസിയാണ്. സൗത്ത് ചൈന സീ ആൻഡ് ഈസ്റ്റ് ചൈന സീയിൽ ഉള്ള ചൈനയുടെ അഗ്രസീവ് പോളിസിയും അതുപോലെ തന്നെ റഷ്യ ഉക്രൈനിന് മുകളിൽ നടത്തിയിരിക്കുന്ന റഷ്യ ഉക്രൈൻ വാറുമാണ്. സോ ഈ 2 കാര്യങ്ങളാണ് കൂടുതൽ എംഫസൈസ് ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇതിൽ നോക്കേണ്ട പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കേണ്ട മറ്റൊരു ആർട്ടിക്കിളാണ് ക്വാഡ് ക്യാൻസർ മൂൺഷോട്ട്. ക്വാഡ് ക്യാൻസർ മൂൺഷോട്ട്. സോ ഇതൊരു ഇനീഷ്യേറ്റീവ് ആണ്. സോ ഈ ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് സെർവിക്കൽ ക്യാൻസേഴ്സുകൾ കുറക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ക്വാഡ് മെമ്പേഴ്സുകളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പുതിയൊരു പ്രോഗ്രാമാണ് ഈ ഒരു ക്വാഡ് ക്യാൻസർ മൂൺഷോട്ട് എന്ന് പറയുന്നത്. സോ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഓർത്തിരിക്കുക. പേര് കേട്ട് കഴിഞ്ഞാൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്, ഏതൊക്കെയാണ് ഗ്രൂപ്പിംഗ്സ് ഇതിന്റെ അകത്ത് അടങ്ങിയിട്ടുള്ളതായിരുന്നു. ഏകദേശം $10 മില്യൺ ആണ് ഇതിനിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. എമൗണ്ട് നമുക്ക് ആവശ്യമായിട്ടില്ല, ബട്ട് ഏതൊക്കെ രാജ്യങ്ങൾ അടങ്ങിയിട്ടുള്ളത്, എന്താണ് ഈ പ്രോഗ്രാംസ് എന്നുള്ള കാര്യങ്ങൾ മാത്രം സെർവിക്കൽ ക്യാൻസറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളും കൂടിയാണ്. സോ നെക്സ്റ്റ് അവർ അനൗൺസ് ചെയ്തിരിക്കുന്ന മറ്റൊരു പ്രോഗ്രാമാണ് ക്വാഡ് അറ്റ് സീ ഷിപ്പ് ഒബ്സർവർ മിഷൻ. ദാറ്റ് മീൻസ് 2025 കൂടി അവർ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇത് ഒരു ഇന്റർ ഓപ്പറബിലിറ്റി ആൻഡ് മാരിടൈം സേഫ്റ്റി സ്റ്റാൻഡേർഡ്സുകൾ എൻഷോർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ദാറ്റ് മീൻസ് മാരിടൈം സെക്യൂരിറ്റി എൻഷോർ ചെയ്യാം, ഇൻക്ലൂഡിംഗ് ദ കോസ്റ്റ് ഗാർഡ് മിഷൻസ്, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് എക്സ്ചേഞ്ച്മെന്റ്. അപ്പൊ മാരിടൈം സെന്ററിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സീ സൈഡിലേക്ക് അല്ലെങ്കിൽ ഓഷ്യൻ സൈഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ കുറച്ചുകൂടി എന്താണ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സുകൾ എൻഷോർ ചെയ്യും. അപ്പം ചരക്ക് കപ്പലുകളുടെ ഗതാഗതങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് മൈത്രി എന്ന് പറയുന്ന അടുത്തൊരു പ്രോഗ്രാം, മാരിടൈം ഇനീഷ്യേറ്റീവ് ഫോർ ട്രെയിനിങ് ഇൻ ഇന്തോ പസഫിക് ഓർ മൈത്രി. ദാറ്റ് മീൻസ് ഇതൊരു ട്രെയിനിങ് ഇനീഷ്യേറ്റീവ് ആണ് ടു ട്രെയിൻ ക്വാഡ് പാർട്ട്നേഴ്സ് ടു മോണിറ്റർ ആൻഡ് സെക്യൂർ ദെയർ വാട്ടേഴ്സ്, enforce their laws and deter unlawful behaviors. Was also announced. India will host the first Maitri workshop in 2024. അപ്പോൾ മൈത്രി എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഒരു ട്രെയിനിങ് എക്സസൈസ് ആണ്. നേവൽസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ആർമി പേഴ്സൺസ് ഉണ്ടായിരിക്കും. സോ എല്ലാ ഡിപ്പാർട്ട്മെന്റും അല്ല എല്ലാ ടീമും അടങ്ങിയിട്ടുള്ള ഒരു ട്രെയിനിങ് എക്സസൈസ് ആണ് ഈ മൈത്രി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ പിന്നീട് ഇവര് ഈ ഒരു ഉക്രൈനിൽ നടന്നിരിക്കുന്ന വാർ അത് കണ്ടമെന്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെം എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, ദാറ്റ് മീൻസ് ടെക്നോളജിക്കൽ എഡ്യൂക്കേഷൻ ആവശ്യമായിട്ട് ഈ കൺട്രീസ് എല്ലാം കൂടി ഏകദേശം സ്കോളർഷിപ്പ് എമൗണ്ട് നൽകാമെന്ന് പറയുന്നുണ്ട്. ഏകദേശം ഒരു $5 lakh അറൌണ്ട് ഒരു സ്കോളർഷിപ്പ് നൽകിയിട്ട് സ്റ്റെം എഡ്യൂക്കേഷൻ കുറച്ചുകൂടി എംഫസൈസ് ചെയ്തു. ഇപ്പൊ സ്റ്റെം എഡ്യൂക്കേഷൻ ഫ്രണ്ടിൽ ടെക്നോളജിക്കൽ ഫ്രണ്ടിൽ എഡ്യൂക്കേഷൻ എൻഹാൻസ് ചെയ്യാന്നാണ് സ്റ്റെം എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ സ്കോളർഷിപ്പും കൂടെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റേറ്റ് ലെവലിൽ വന്നിട്ടുള്ള ആർട്ടിക്കിൾസിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കാനില്ല. മൂവിംഗ് ഓൺ ടു ന്യൂസ് പേജസ്. ഓക്കെ, ന്യൂസ് പേജസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആർട്ടിക്കിൾ വീണ്ടും എക്കണോമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ് വരുന്നത്. എക്കണോമിക് പോളിസീസ് അൺഅഫക്റ്റഡ് ബൈ കോalition പൊളിറ്റിക്സ്. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഇവിടെ ഒരു തരത്തിലും നമുക്കറിയാം നിലവിലുള്ള സെൻട്രൽ ഗവൺമെന്റ് യൂണിയൻ ഗവൺമെന്റ് നടത്തുന്നത് കോalition ഗവൺമെന്റ് ആണ്. സോ ആ ഒരു കോalition പൊളിറ്റിക്സ് വന്നു കഴിഞ്ഞാൽ എക്കണോമിക് പോളിസീസിന്റെ അകത്ത് ഡിസ്ഫങ്ഷൻസ് വരുമോ എന്നുള്ളതാണ് ക്രിട്ടിക്സ് ഇവിടെ ആർഗ്യൂ ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഇപ്പൊ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലുള്ള ഒരു സപ്പോർട്ട് ഗവൺമെന്റിന് ആവശ്യമായിട്ട്, സോ അങ്ങനെ വരുന്ന സമയത്ത് എക്കണോമിക്കൽ ബഡ്ജറ്ററി അലോക്കേഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റേറ്റിന് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുമോ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് കോalition പാർട്ടി മേക്ക് ചെയ്യാൻ സഹായിച്ചിരിക്കുന്ന ആ സ്റ്റേറ്റുകൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള എമൗണ്ട് കൊടുക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഇന്റർവ്യൂ മോഡലാണ് ഈ ഒരു ഡിസ്കഷൻ പോകുന്നത്. പഴയ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററിന്റെ റിപ്ലൈ പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും അങ്ങനെയായിരിക്കില്ല. ബഡ്ജറ്ററി അലോക്കേഷൻസ് എക്സാക്ട് ആയിട്ടുള്ള രീതിയിലാണ് ബഡ്ജറ്ററി അലോക്കേറ്റ് എല്ലാ സ്റ്റേറ്റുകൾക്കും നൽകുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ എക്സ്പെൻഡിച്ചേഴ്സ് ഏതിലൊക്കെയാണ് കൂടുതൽ എക്സ്പെൻസുകൾ നൽകാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളോട് ഫിനാൻസ് മിനിസ്റ്റർ ഈ ഒരു ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ട്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ആർട്ടിക്കിൾ എന്താണെന്നുള്ളത് നോക്കാം.
ഓക്കെ, സോ ഇതില് ഒരു ഇൻവെസ്റ്റ്മെന്റ് അറൌണ്ട് ഒരു 10,000 ക്രോർസിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, കൂടുതലും ആ ഇൻവെസ്റ്റ്മെന്റ് ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്രിട്ടിക്സ് ചോദിച്ചിട്ട് മറ്റൊരു ചോദ്യമാണ്, നിങ്ങളുടെ ഹെൽത്ത് സെക്ടേഴ്സിൽ എങ്ങനെയാണ് ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് അലോക്കേഷൻസ്? അപ്പൊ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് കോവിഡ് സിറ്റുവേഷന് ശേഷം നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു സെൻസസ് എടുക്കാൻ പറ്റിയിട്ടില്ല, ഹെൽത്ത് ക്രൈസിസുകളോ ഹെൽത്ത് കണ്ടീഷൻസോ അളക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയർ സെക്ടറിന്റെ അകത്തുള്ള ബഡ്ജറ്റ് അലോക്കേഷൻസ് ഇപ്പം ജസ്റ്റ് സ്റ്റാഗ്നേറ്റ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഒരു 6% or 8% വേണ്ട സ്ഥലത്ത്, GDP-യുടെ 6 or 8% വേണ്ട സ്ഥലത്ത് 2.2% വരെ മാത്രമാണ് നമ്മൾ നിലവിൽ ഹെൽത്ത് കെയർ സെക്ടറിലേക്കുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഗവൺമെന്റ് നടത്തുന്നത്. സോ വ്യക്തമായിട്ട് ഏത് സെക്ടറിലേക്ക് എക്സ്പെൻഡിച്ചേഴ്സ് നടത്തണമെന്ന് അറിയാത്തത് കൊണ്ട് മാത്രമാണ് നടത്താത്തതെന്നാണ് ഫിനാൻസ് മിനിസ്റ്റർ, യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ നൽകിയിരിക്കുന്ന ഒരു റിപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ആ ഒരു കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ നോക്കാനുള്ളത്. പിന്നീട് നമ്മൾ സെബി ചെയർപേഴ്സണെ ബന്ധപ്പെട്ടിരിക്കുന്ന കോൺഫ്ലിക്ട്സും ആ ഒരു ഇഷ്യൂസുകളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ന്യൂസ് ആണ്. നമുക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിൽ മാത്രമേ ആ ന്യൂസിൽ നോക്കി കാണാൻ സാധിക്കുള്ളൂ. നെക്സ്റ്റ്, മൂവിംഗ് ഓൺ ടു only 16% of land reclaimed under such projects to rid urban areas of legacy waste. അപ്പം ഈ ആർട്ടിക്കിൾസിൽ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രോഗ്രാംസ് നമുക്ക് കാണാം. ഓക്കെ, നമ്മുടെ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീടുകളിലൊക്കെ വരുന്നത്. സോ ആ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വീടുകളിലേക്ക് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വച്ഛ് ഭാരത് മിഷൻ 2.0 ഭാഗമായിട്ടുള്ള പുതിയൊരു പ്രോഗ്രാമാണ്. അപ്പൊ ഈ സ്വച്ഛ് ഭാരത് മിഷന്റെ ഈ ഒരു ഭാഗമായിട്ട് നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ ഈ വേസ്റ്റുകൾ കളക്ട് ചെയ്തതിനു ശേഷം ഏതെങ്കിലും ഒരു ഡംപ് യാർഡിൽ കൊണ്ടുപോയി വേസ്റ്റ് ഡംപ് ചെയ്യാണ് ചെയ്യാറുള്ളത്. പിന്നീട് കുറെ കാലത്തിന് ശേഷം അതൊരു വലിയൊരു മാലിന്യ കൂമ്പാരങ്ങളായിട്ട് മാറാറുണ്ട്. പല മുനിസിപ്പൽ ഏരിയസിനകത്ത് ഇത്തരം ഡംപ് യാർഡ്സുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഈ ഡംപ് യാർഡ്സുകൾ റിമൂവ് ചെയ്തതിനു ശേഷം സയന്റിഫിക്കലി ആ ഒരു വേസ്റ്റ് റിമൂവ് ചെയ്തതിനു ശേഷം അത്തരം പ്ലേസുകൾ ഗ്രീൻ സോണുകളാക്കി മാറ്റുക എന്നതാണ് സ്വച്ഛ് ഭാരത് 2.0 ഭാഗം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ പോലും ഇവിടുത്തെ ഒരു ഹൗസ് ഹോൾഡ് വേസ്റ്റ് വന്നാൽ പോലും അത് പുറത്തേക്ക് കളയാതെ ഈ സ്വച്ഛ് ഭാരത് 2.0 മിഷന്റെ ഭാഗമായിട്ട് എന്താണ് ചെയ്യുന്നത്, വേസ്റ്റ് വീടുകളിൽ വന്ന് കളക്ട് ചെയ്യും. ഓർഗാനിക് ഓർ ഇൻഓർഗാനിക് വേസ്റ്റുകൾ, എസ്പെഷ്യലി ഇൻഓർഗാനിക് വേസ്റ്റുകളാണ്, അതായത് പ്ലാസ്റ്റിക് ടൈപ്പ് വേസ്റ്റുകളാണ് കളക്ട് ചെയ്യുന്നത്. സോ കളക്ട് ചെയ്തതിനു ശേഷം ഏകദേശം സയന്റിഫിക്കലി അത് എന്ത് ചെയ്യും, ഡീകമ്പോസിഷൻ ചെയ്യുക എന്നാണ് സ്വച്ഛ് ഭാരത് മിഷൻ 2.0 ഉദ്ദേശിച്ചുള്ളത്. അപ്പൊ ബേസിക്കലി ഇതാണ് ഐഡിയ എന്നുണ്ടെങ്കിലും നമുക്ക് എന്താണ് ഇതിന്റെ പ്രോഗ്രസ് എന്നാണ് അറിയേണ്ടത്. ഇതിന്റെ പ്രോഗ്രസ് എന്ന് പറയുന്നത് അറൌണ്ട് ഒരു 2000 ഡംപ് സൈറ്റുകളാണ് ഗവൺമെന്റ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ 2000 ഉള്ള ഈ ഡംപ് സൈറ്റുകൾ നമ്മൾ എന്ത് ചെയ്യാം, അവിടെ വേസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്തത് ഗ്രീൻ സോണുകളാക്കി മാറ്റും. ഓക്കെ, ദാറ്റ് മീൻസ് പാർക്കുകളൊക്കെ ആക്കി മാറ്റുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏകദേശം 470 ഡംപ് സൈറ്റുകൾ നമ്മൾ നിലവിൽ റിമൂവ് ചെയ്തിട്ടുണ്ട്, നിലവിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട്, ഗ്രീൻ സൈറ്റുകൾ ആക്കിയിട്ടുണ്ട് ഈ ഒരു പ്രൊജക്ട് പ്രകാരം. ഇതിന്റെ ഭാഗത്ത് തന്നെ 16% ഏരിയാസുകൾ ഇത്തരം ഡംപ് സൈറ്റുകളാക്കി മാറ്റിയിട്ടുള്ള ഏരിയാസിനകത്ത് 16% സൈറ്റുകൾ നമ്മൾ റിക്ലെയിം ചെയ്യുകയും അത് ഗ്രീൻ സോണുകളാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമ്മൾ പിന്നീട് പറഞ്ഞിട്ടുള്ള ഒരു വേസ്റ്റ് ഹാൻഡ്ലിംഗ് ആണ്. നമ്മുടെ മുനിസിപ്പൽ കോർപ്പറേഷൻസ്, കൗൺസിൽസ്, നഗർ പഞ്ചായത്ത്സ്, ഇപ്പൊ മാൻമെയ്ഡ് ഗാർബേജ് മിൽസ്, എസ്പെഷ്യലി എല്ലാ മുനിസിപ്പാലിറ്റിയിലും നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു ഡംപ് സൈറ്റുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ 2026 കൂടി, അതായത് ഈ ഒരു സ്വച്ഛ് ഭാരത് മിഷൻ 2026 ഇതിന്റെ എൻഡ് സ്റ്റേ എന്ന് പറയുന്നത്, ഈ ഒരു എൻഡ് സ്റ്റേ എത്തുന്നതോട് കൂടി തന്നെ ഏകദേശം 100% ഗാർബേജ് ഫ്രീ സിറ്റികളാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അതായത് 100% സോഴ്സിൽ നിന്ന് തന്നെ ഈ ഒരു സെഗ്രിഗേഷൻ ചെയ്യാം. ഇപ്പൊ സോഷ്യൽ സെഗ്രിഗേഷൻ വെച്ചാൽ നമ്മുടെ ഹൗസ് ഹോൾഡിൽ വരുന്ന ഒരു പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, ഓർഗാനിക് ഇൻഓർഗാനിക് വേസ്റ്റുകൾ, ഇത് വീടുകളിൽ എത്തുന്ന സമയത്ത് നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്, നമ്മൾ ഹരിത കർമ്മസേന വരുന്ന സമയത്താണെങ്കിലും അത് സെഗ്രിഗേറ്റ് ചെയ്യാറാണ് പതിവ് അല്ലെ. പ്ലാസ്റ്റിക് വേസ്റ്റും ഓർഗാനിക് വേസ്റ്റുകൾ സെഗ്രിഗേറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് കൊടുക്കുന്നത്. അതാണ് ഇവിടെ സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായിട്ട് 100% സോഴ്സ് സെഗ്രിഗേഷൻ. ഇപ്പൊ സോഴ്സിൽ നിന്ന് തന്നെ സെഗ്രിഗേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അത് വ്യക്തമായിട്ട് സയന്റിഫിക്കലി നമുക്കത് ട്രീറ്റ് ചെയ്യാം. ഈ ലാൻഡ് ഫിക്സുകൾ ഉണ്ടാവില്ല. നോർമലി നമ്മൾ പണ്ടൊക്കെയാണ് എല്ലാ വേസ്റ്റുകളും ഒരുമിച്ച് കൊടുക്കാറാണ് പതിവ്. അതൊരു ലാൻഡ് ഫില്ലായിട്ട് ഏതെങ്കിലും സ്ഥലത്ത് കൂട്ടിയിടാറാണ് പതിവ് അല്ലെ. സോ ആ ഒരു ചേഞ്ച് സോഴ്സിൽ നിന്ന് തന്നെ അത് മാറ്റിയെടുക്കുക എന്നാണ് പറയുന്നത്. അതിന് ഏകദേശം 3000 crores ബഡ്ജറ്റ് അലോക്കേഷൻ നടത്തിയിട്ടുണ്ട്. നിലവിൽ സ്റ്റേറ്റുകളുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ്നാട് ഹാസ് ദ മാക്സിമം ഏരിയ റിക്ലൈംഡ് ഫ്രം ഡംപ് സൈറ്റ്സ് അറ്റ് 837 acres, അറൌണ്ട് 42% ഓഫ് ഏരിയാസ്. ദെൻ ഗുജറാത്ത്, അതായത് ഏകദേശം തമിഴ്നാട് എത്രത്തോളമുള്ള ഡംപ് ഹിൽസുകൾ
അത് വേസ്റ്റ് കൂമ്പാരങ്ങൾ ക്ലീൻ ചെയ്തതിൻ്റെ അകത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് തമിഴ്നാടാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നീട് ഗുജറാത്ത് ഉണ്ട്. അപ്പം ഇത്തരം ആർട്ടിക്കിൾസ് നോട്ട് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ തവണ ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന ചില പോയിന്റുകൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. ബിക്കോസ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത വളരെ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഇതുപോലെ തന്നെ മൈഗ്രേഷൻ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആർട്ടിക്കിൾസ് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയാസ് നിങ്ങൾ വ്യക്തമായി ഫോക്കസ് ചെയ്തോളൂ, ക്വസ്റ്റ്യൻ വരുമെന്നുള്ളത്. ഞാൻ നടന്നിട്ടുള്ള 2024 UPSC മെയിൻസ് എക്സാമിനേഷനകത്ത് വളരെ വ്യക്തമായിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതും അല്ലെങ്കിൽ നിങ്ങളോട് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ് കൂടുതലും ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് മറന്നു പോകാതിരിക്കാം. സോ മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ. ഇതൊരു പ്രിലിംസ് ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. വെനോമൈസിൻ മേ നോട്ട് ബി ഏബിൾ ടു ട്രീറ്റ് MRSA ഇൻഫെക്ഷൻസ് ഫോർ ലോങ്. അപ്പൊ ഇതിൽ നമുക്ക് നോക്കാനുള്ള ഒരു പോയിന്റ് വെച്ചാൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. സോ എന്താണ് AMR ഓർ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്? ഇപ്പൊ ബേസിക്കലി നിലവിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള, ഇപ്പം ബേസിക്കലി നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ എന്താണ് ആന്റിബോഡീസുകൾ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്തരം ഇൻഫെക്ഷൻസ് വരികയും അത് ത്രെറ്റ് അല്ല നമ്മുടെ ശരീരത്തെ പഠിപ്പിക്കുകയും ചെയ്യും. സോ പിന്നീട് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസുഖമോ കാര്യങ്ങളോ വരുന്ന സമയത്ത് നമ്മൾ ആന്റിബോഡീസുകൾ ഇൻടേക്ക് ചെയ്യും. ആന്റിബോഡീസ് ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ആന്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കില്ല. സോ ഇതാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് ആക്ച്വലി പറയുന്നത്. ഓക്കെ, നമ്മുടെ ബേസിക്കലി ഒരു ഫുഡ് ഹാബിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ് കൊണ്ടൊക്കെയാണ് ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ AMR നമുക്ക് വരുന്നത്. കാരണം AMR വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമുക്ക് ഏതെങ്കിലും ഫോറിൻ പാത്തജൻ നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും വൈറസുകൾ നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് ആന്റിബയോട്ടിക്സ് എടുത്തു കഴിഞ്ഞാൽ ശരീരത്തിന് അത് എഫക്ട് ചെയ്യില്ല. സോ AMR പ്രിവലന്റ് ആണ് നിലവിലത്തെ കണ്ടീഷൻസ്. നിലവിലത്തെ ജനറേഷനിലാണെങ്കിൽ AMR വളരെ വളരെ പ്രിവലന്റ് ആണ്. ബട്ട് ഇവിടെ ആർട്ടിക്കിൾസിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബാക്ടീരിയസിന്റെ പേര് ഇപ്പൊ വനോമൈസിൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടാബ്ലറ്റ് നമുക്ക് നിലവിൽ ഇല്ല. MRSA എന്ന് പറയുന്ന ഇൻഫെക്ഷൻ ഉണ്ട്. സോ ഒരു ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ ഒരു ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് ആണ്. അപ്പം ഈ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ മറ്റെന്ത് ആന്റിബോഡീസ് എടുത്താൽ പോലും ഈ ഇൻഫെക്ഷൻ ക്യൂർ ആവില്ല. അപ്പൊ ഇവിടെ ഈ വെനോമൈസിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ ഈ ഒരു എന്താണ് മെറ്റീരിയൽ കൊണ്ട് നമ്മൾ ഇൻടേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു MRSA പോലുള്ള ഇൻഫെക്ഷൻസ് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും. MRSA അത്രത്തോളം ആന്റി മൈക്രോ റെസിസ്റ്റൻസ് ആണ്. വേറൊരു ടാബ്ലറ്റും നമ്മുടെ ശരീരത്തിൽ ബോഡിയിൽ എഫക്ട് ഉണ്ടാക്കില്ല. ഇപ്പൊ വനോമൈസിൻ അത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നു. ബട്ട് ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള സ്റ്റഡീസ് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വനോമൈസിൻസ് പോലും ഇനി MRSA ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. സോ എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ടെക്നിക്കൽ വേർഡ്സുകളാണ്. നമുക്ക് സയൻസ് ബേസിൽ അത്രത്തോളം ടെക്നിക്കലായിട്ട് പോകേണ്ട ആവശ്യം വരാറില്ല. അപ്പൊ ഇതിലൊരു ജീൻ മ്യൂട്ടേഷൻ സംഭവിച്ചതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ MRSA ഇൻഫെക്ഷൻ്റെ അകത്താണ് നിൽക്കുന്നത് ജീൻ മ്യൂട്ടേഷൻ്റെ അകത്ത് അത് കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കാം. സോ സ്ട്രോങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് കുറച്ചുകൂടി സ്ട്രോങ് ആവാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത്രത്തോളം നമ്മുടെ ശരീരം റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് തരത്തിലുള്ള ഒരു ആന്റിബോഡീസ് നമ്മൾ ഇൻടേക്ക് ചെയ്താലും അതിനൊക്കെ ഓവർകം ചെയ്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു ഇൻഫെക്ഷൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സോ ആ മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇൻടേക്ക് ചെയ്യുന്ന ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ വെനോമൈസിൻ എന്ന ടാബ്ലറ്റ്സിനെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇനി വീണ്ടും വെനോമൈസിൻ ഇൻടേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? വെനോമൈസിൻസിനെ വിഘടിപ്പിച്ചിട്ട് വീണ്ടും ഈ ഒരു ഇൻഫെക്ഷൻസ് സ്ട്രെങ്തൻ ആവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കേണ്ട കാര്യം വെനോമൈസിൻസും MRSA ഇൻഫെക്ഷനേക്കാൾ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ആണ്. സോ എന്താണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ പലതരത്തിലുള്ള ടാബ്ലറ്റ്സുകളും പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ബട്ട് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്താണെന്നുള്ള കാര്യങ്ങളും അതിന്റെ റീസൺസും കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഒരു എഡിറ്റോറിയൽ പേജിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിളാണ് ഇന്ത്യ നീഡ്സ് എ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി. അപ്പൊ എന്താണ് ഈ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്ന് പറഞ്ഞിരിക്കുന്നത്? കോമൺ ആയിട്ട് ഇപ്പൊ ഇന്ത്യ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൺട്രി ആയിക്കോട്ടെ, നമ്മുടെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി, ഇപ്പൊ സെക്യൂരിറ്റിക്ക് വേണ്ടി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി, എക്കണോമി ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി, അതുപോലെ തന്നെ ഡിഫൻസ് സെക്ടറിലേക്ക് വരുന്ന സമയത്ത് ഡിഫറെന്റ് സ്ട്രാറ്റജി, അങ്ങനെ സ്ട്രാറ്റജീസ് ഉണ്ടാകാൻ പാടില്ല. ഇൻ ടോട്ടൽ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി അഥവാ NSS ആവശ്യമായിട്ടുണ്ടെന്നാണ് ഈ ഓതർ പറയുന്നത്. സോ ദാറ്റ് മീൻസ് ഇന്ത്യൻ എക്കണോമി ഏകദേശം ഒരു 4 ട്രില്യൺ എക്കണോമിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ ശ്രമിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ടിലും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ലോജിസ്റ്റിക്സോ അല്ലെങ്കിൽ ട്രേഡ് മാത്രം എൻഹാൻസ് ചെയ്താൽ മാത്രം പോരാ, നമുക്ക് സെക്യൂരിറ്റി ആവശ്യമായിട്ടുണ്ട് അല്ലെ. നമുക്ക് ഡിഫൻസ് സെക്ടേഴ്സിൽ കുറച്ചുകൂടി
എൻഹാൻസ്മെന്റ് ആവശ്യമായിട്ടുണ്ട്. സോ അതാണ് പറയുന്നത്. അപ്പം ഇൻ ടോട്ടൽ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഇപ്പൊ നെയ്ബർഹുഡ് റിലേഷൻസ് ആയിരിക്കാം, ഇന്റർനാഷണൽ റിലേഷൻസ് ആയിരിക്കാം, അതുപോലെ തന്നെ നമ്മുടെ ഡിഫൻസ് എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യുന്നതിനെ പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ് ടെക്നോളജീസ് അല്ലെങ്കിൽ സോഫ്റ്റ് പെൻട്രേഷൻസ് ആയിട്ടുള്ള കൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ബന്ധങ്ങളായിരിക്കാം. സോ ഏത് തരത്തിലുള്ള ബന്ധങ്ങളായിക്കോട്ടെ, ഇൻ ടോട്ടൽ ഒരു ഗവൺമെന്റിന് അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് വേണ്ട ഒരു സ്ട്രാറ്റജിയാണ് പറയുന്നത്. അപ്പൊ ഗവൺമെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നല്ലൊരു എക്കണോമിക് ലീഡിംഗിലേക്ക് എത്തുക. ദാറ്റ് മീൻസ് ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറുക എന്നുള്ളതാണ് എല്ലാ കൺട്രീസ് നോക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ട്രേഡിംഗ് മാത്രമോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റോ മാത്രം പോരാ, എല്ലാ ഫ്രണ്ടിലേക്കും ഒരു സ്ട്രാറ്റജി ആവശ്യമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട്. എസ്പെഷ്യലി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ബിക്കോസ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഇൻട്രസ്റ്റിന്റെ മേലിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് നോക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് അവർ ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആണ്. അപ്പൊ അവർ മറ്റ് വാല്യൂസിന് പകരമായിട്ട് അവർ നാഷണൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം, ചിലപ്പോൾ ഡിഫൻസിന് വേണ്ടി കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. ബട്ട് ഇന്ത്യ എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിലാണ്, അത്രത്തോളം ഡൈവേഴ്സിഫൈ ചെയ്തിരിക്കുന്ന കൺട്രിയാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാസ്റ്റുകൾ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലീജിയൻസ് ഉള്ള ഒരു കൺട്രിയാണ്. സോ ഇന്ത്യ എല്ലാ ഫ്രണ്ടിലും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് നോക്കണം, ഈ ഇന്ത്യൻ എക്കണോമിനെ ഏറ്റവും ടോപ്പിലെത്തുന്ന സമയത്ത് എല്ലാ വശങ്ങളും ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ കുറച്ച് ഗ്രൂപ്പിംഗ് ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യം ക്വാഡ് ഗ്രൂപ്പിംഗ്. അപ്പൊ ക്വാഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ചൈന ആൻഡ് റഷ്യ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രൂപ്പിംഗ് ആണ് ക്വാഡ് ഗ്രൂപ്പിംഗ്. അപ്പൊ നമുക്ക് നെയ്ബർഹുഡ് റിലേഷൻസ് ആവശ്യമായിട്ടുണ്ട്. ബട്ട് ക്വാഡ് ഗ്രൂപ്പിംഗ് മാത്രമല്ല, അതിന് പുറമെ ബ്രിക്സ് പോലുള്ള ബ്രിക്സ് പോലത്തെ ഗ്രൂപ്പിംഗും കൂടി നമ്മളൊന്ന് എൻഹാൻസ് ചെയ്യണം. അപ്പൊ ബ്രിക്സ് ഗ്രൂപ്പിംഗിന്റെ അകത്താണെന്നെങ്കിൽ പോലും ഈ പറയുന്ന ചൈന ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇവൻ തോ നമ്മുടെ ചൈന അല്ലെങ്കിൽ റഷ്യ ഒക്കെ ഉള്ള ഒരു ഏരിയയിലാണ് നമ്മൾ ജോഗ്രഫിക്കലി ഇന്ത്യ ഉള്ളതെങ്കിൽ പോലും വെസ്റ്റേൺ സപ്പോർട്ട് നമുക്ക് ആവശ്യമായിട്ടുണ്ട്, ഈസ്റ്റേൺ സപ്പോർട്ട് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. സോ ഇവിടെ നോൺ അലൈൻമെന്റ് മൂവ്മെന്റിനെ പറ്റി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മുടെ ഹിസ്റ്ററി പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന ഒരു കാര്യമാണ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. നമ്മൾ ഒരു കൺട്രിയുടെ ഭാഗമായി നിൽക്കില്ല, അല്ലെങ്കിൽ ഒരു പവർ ഗ്രൂപ്പിന്റെ ഭാഗമായി നിൽക്കില്ല. നമുക്ക് വെസ്റ്റേൺ പവർ ഗ്രൂപ്പ് ഉണ്ട്, ഈസ്റ്റേൺ പവർ ഗ്രൂപ്പ് ഉണ്ട്. നമ്മൾ ആരുടെയും ഒരു ഭാഗമായി നിൽക്കില്ല. നമ്മൾ ഇൻഡിപെൻഡന്റ് നിൽക്കുന്ന ലോകത്തിലെ ഒരേ ഒരു കൺട്രിയാണ് ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ആണ് നമുക്ക് വേണ്ടത്. ബട്ട് കംപ്ലീറ്റ്ലി നമ്മൾ വിട്ടേക്കാൻ പാടില്ല. ക്വാഡ് ഗ്രൂപ്പിംഗിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ടേക്കും അല്ലെങ്കിൽ ചൈനയുമായിട്ട് ബന്ധത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ രീതിയിലേക്ക് പോകണം. അതായത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുക, ഇന്ത്യനെ ഒരു എന്താണ് 4 ട്രില്യൺ എക്കണോമിയിലേക്ക് എത്തിക്കുക, ഡെവലപ്ഡ് നാഷനായിട്ട് മാറ്റുക എന്നാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഒരുപാട് പോയിന്റുകൾ ഈ ഒരു ആർട്ടിക്കിൾസിൽ പറയുന്നത്. അത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഓവറോൾ ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്തോ പസഫിക് സ്ട്രാറ്റജിനെ പറ്റി പറയുന്നുണ്ട്, ഉക്രൈൻ വാറിനെ പറ്റി പറയുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഗ്ലോബൽ ട്രേഡിങ്ങിനെ പറ്റിയിട്ട്, മലാക്ക സ്റ്റേറ്റ്സ് തുടങ്ങിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ പറ്റി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നു. ഇപ്പൊ ഏതൊക്കെ ഫ്രണ്ടിലാണ് ഇന്ത്യ കുറച്ചുകൂടി ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ പറയുന്ന ലാസ്റ്റ് ആൻഡ് ഫൈനൽ പറയുന്ന ആർട്ടിക്കിൾ നിങ്ങൾ നോക്കാം. In sum, a national security document is an urgent need. It's not just about defense. Link it closely to our priorities within the economy that will give direction to industry, financial institutions. That means ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുക. ആ സ്ട്രാറ്റജി ഉണ്ടാക്കിയ ശേഷം ഡിഫൻസ് ഇൻഡസ്ട്രീസിന് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള സ്ട്രാറ്റജി നൽകാൻ ശ്രമിക്കും. കാരണം ഇതിൽ ഒരു കമ്പാരിസൺ ഒക്കെ നൽകുന്നുണ്ട്. ഇവൻ തോ ഇന്ത്യ ഒരു സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു കൺട്രി ആണെങ്കിൽ പോലും മാരിടൈം ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈനയുടെ കയ്യിലുള്ളതിനേക്കാളും 1% 1 മാത്രമാണ് നമ്മുടെ കയ്യിലുള്ള നേവൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മാരിടൈം സെക്ടറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഷിപ്പുകൾ കുറവാണ്, സബ്മറൈൻസ് കുറവാണ്. അപ്പൊ അതൊക്കെ ഒരു കമ്പാരിസൺ ആണ് പറയുന്നത്. വാർഷിപ്പുകളൊക്കെ നമ്മൾ ബിൽഡ് ചെയ്യുന്നതൊക്കെ വളരെ കുറവാണ്. അപ്പൊ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, എന്നാലും മാത്രമേ നമുക്ക് ഒരു വേൾഡിന് മുന്നിൽ നല്ലൊരു കൺട്രി ആയിട്ട് മാറാൻ പറ്റൂ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ പറയുന്നത് ബ്രേസ് ഫോർ ദ ന്യൂ ത്രെറ്റ് ടു എയർ പാസഞ്ചർ സേഫ്റ്റി. ഇപ്പൊ എയർ പാസഞ്ചർ സേഫ്റ്റിയെ ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. അപ്പൊ റീസെന്റ് ആയിട്ട് വെസ്റ്റ് ഏഷ്യൻ എയർലൈനിൽ നിന്ന് ഒരു എയർലൈനിന്റെ അകത്ത് നിന്ന് ക്യാബിന്റെ അകത്ത് നിന്ന് ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു വാക്കി ടോക്കിയും അതുപോലെ തന്നെ ഒരു സെൽഫോണൊക്കെ ഒന്ന് പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പൊട്ടിത്തെറിച്ചുള്ള ഇഷ്യൂസുകൾ ബേസിക്കലി ഈ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളത് ഫോമർ പൈലറ്റ് ആണ്, അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ സിവിൽ ഏവിയേഷൻ സേഫ്റ്റിയുടെ അഡ്വൈസറും കൂടിയാണ്. സോ അദ്ദേഹം പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ക്യാബിന്റെ അകത്ത് ഒരു പൊട്ടിത്തെറി നടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്മോക്ക് ഉണ്ടാവും, നിങ്ങൾക്ക് ഓക്സിജൻ കിട്ടില്ല. ഓക്സിജൻസ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാരണം പുറത്തേക്കൊന്നും എവിടെയും ഈ ഒരു ഗ്യാസുകളൊന്നും പുറത്തേക്ക് പോകില്ലല്ലോ. അപ്പൊ ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ടുള്ള ഈ ഒരു ഗ്യാസ് ഇൻഹേൽ ചെയ്യും, മരണത്തിന് കാരണമാവും എന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതല്ല നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒരു പോയിന്റ്. അതല്ല,
നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ആക്ടിവിറ്റീസ് എന്തിന്റെ ബേസിലാണെന്നുള്ളതാണ്. അപ്പൊ ഇത്തരം ഒരു പൊട്ടിത്തെറി നടത്തുന്നത്, കാരണം നമുക്കറിയാം ഒരു പ്ലെയിനിലേക്ക് കയറുന്ന സമയത്ത് എന്തൊക്കെ സെക്യൂരിറ്റി ചെക്കുകളാണ് നടക്കാറുള്ളത്. പല തരത്തിലുള്ള സെക്യൂരിറ്റി ചെക്കിംഗ് ആക്ടിവിറ്റീസ് നടക്കാറുണ്ട്. നമുക്ക് മൊബൈൽ ഫോൺസ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺസിന് നമ്മുടെ ഫോണിലൊക്കെ കാണുന്ന ഫ്ലൈറ്റ് മോഡ് ഉണ്ട് അല്ലെ. ഫ്ലൈറ്റ് മോഡ് നമ്മൾ ബേസിക്കലി ഉപയോഗിക്കാറുള്ളത് നെറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്ന് ഓണാക്കി ഓഫ് ആക്കിയിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബട്ട് ആക്ച്വലി അത് ഫ്ലൈറ്റിലേക്ക് കയറുന്ന സമയത്ത് ഒരു സിഗ്നൽസുകളും വരാതിരിക്കാനുള്ള ഇതാണ് ഫ്ലൈറ്റ് മോഡ്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഫ്ലൈറ്റ് മോഡ് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ നമ്മൾ ബ്ലൂടൂത്ത് പോലും കട്ടാവുന്ന വരും. കാരണം ഫോണിൽ നിന്ന് ഒരു തരത്തിലുള്ള സിഗ്നൽസുകളും പുറത്തേക്ക് പോലും, ഇവിടുത്തെ നമ്മൾ ഇന്റർനെറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമ്മുടെ ബ്ലൂടൂത്ത് സിഗ്നൽസുകളൊക്കെ അപ്പോഴും ഓപ്പൺ ആയി. ഫ്ലൈറ്റ് മോഡ് കഴിഞ്ഞാൽ ഒരു സിഗ്നൽസുകളും ഫോണിൽ നിന്ന് പുറത്തേക്ക് പോവില്ല എന്നാണ് അർത്ഥം. അപ്പൊ ഈ ഫ്ലൈറ്റ് മോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇവിടുത്തെ ATSൽ നിന്ന് സിഗ്നൽസുകൾ പോകുന്ന സമയത്തും ഈ ഫ്ലൈറ്റുകൾ സിഗ്നൽസ് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്തും ഇതിന്റെ ഇടയിൽ നമ്മളും ഉപയോഗിക്കുന്ന മൈക്രോവേവ്സ് ആണ്. മൈക്രോവേവ്സ് ആണ് ബേസിക്കലി. ഫ്ലൈറ്റിലാണെങ്കിൽ മൈക്രോവേവ്സ് അതുപോലെ തന്നെ റേഡിയോ വേവ്സ് ഒക്കെയാണ് അവരുടെയും കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മൈക്രോവേവ്സിന് ഇന്ററാക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് എറേഴ്സുകൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് ഇഷ്യൂസുകൾ പണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് മൊബൈൽ ഫോൺസ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ജാമേഴ്സുകൾ വെച്ചിട്ടൊക്കെ ഒരുപാട് സേഫ്റ്റി പ്രിക്കോഷൻസ് ഫ്ലൈറ്റുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. പല കൺട്രീസിന്റെ ഫ്ലൈറ്റുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതൊരു മറ്റൊരു ഫാക്ടറാണ്. ബട്ട് ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ളൊരു ലൂപ്പ് ഹോളുകളുണ്ട്. ഇപ്പം സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് കടത്തി വിടാറുള്ളത്. അപ്പം വളരെ വ്യക്തമായിട്ട് ഒരു തരത്തിലുള്ള ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സും അതുപോലെ തന്നെ അവരുടെ സേഫ്റ്റി എൻഷോർ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യാറുണ്ട് സാധാരണ സെക്യൂരിറ്റി. പക്ഷെ ഇന്ത്യന്റെ കേസിൽ ഇന്ത്യക്ക് VVIP സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റാറ്റസ്. അപ്പൊ ഈ VVIPs എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റാറ്റസ് പെടുന്ന ആളുകൾ സെക്യൂരിറ്റി ചെക്ക് നടക്കാറ് അവർ ഡയറക്റ്റ് ഫ്ലൈറ്റ് കാര്യം പോകാറാണ് പതിവ്. അപ്പൊ അവർ മൊബൈൽ ഫോൺസോ അവർ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അതുപോലെ തന്നെ ഈ VVIPs എന്ന് ആക്ച്വലി പറയുന്നത് ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ആളുകളെ അവർ VVIPs ആയിട്ട് എന്താണ് കൺസിഡർ ചെയ്ത് ഒരു തരത്തിലുള്ള സെക്യൂരിറ്റി ചെക്കും ഇല്ലാതെ ഫ്ലൈറ്റിലൊക്കെ കയറ്റി വിടാറ്. അത് മറ്റ് പാസഞ്ചേഴ്സിന് അത് ഇഷ്യൂസ് ആണ്. നമ്മൾ എസ്പെഷ്യലി ഇതില് കുറച്ചുകൂടി ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് എന്ന് നമ്മൾ 9/11 അറ്റാക്ക് വന്ന സമയത്താണ്. നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലേ നമ്മുടെ 9/11 അറ്റാക്ക്. 9/11 അറ്റാക്ക് വന്നതിന് ശേഷമാണ് കുറച്ചുകൂടി ഒന്ന് സ്ട്രെങ്തൻ ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള സെക്യൂരിറ്റി ചെക്ക്. അപ്പൊ അതിൽ VVIP എന്ന് പറയുന്ന കാറ്റഗറി ഇന്ത്യ കുറച്ചുകൂടി കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് ആൾക്കാർ ഇവരുടെ നമ്മുടെ ഗവർണേഴ്സിന് പോലും VVIP കാറ്റഗറി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഗവർണേഴ്സ് ഒക്കെ എന്താണ് സെക്യൂരിറ്റി മെഷേഴ്സും ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം മാത്രമാണ് അവർ ഫ്ലൈറ്റിലേക്ക് കയറാൻ പാടുള്ളൂ. സോ അതാണ് നമ്മുടെ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ അസോസിയേഷൻ ആണെന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ പോലും ആ ഒരു സേഫ്റ്റി സ്റ്റാൻഡേർഡ്സുകൾ ഇന്ത്യ അക്സെപ്റ്റ് ചെയ്യണമെന്നുള്ളത്. എല്ലാ രാജ്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എല്ലാ രാജ്യങ്ങളും അക്സെപ്റ്റ് ചെയ്തു, ഇന്ത്യ മാത്രം അക്സെപ്റ്റ് ചെയ്തു. ഇന്ത്യയിൽ എന്ത് വേണം? ഇന്ത്യയിലെ VVIP സ്റ്റാറ്റസ് ഇവിടെ ഇന്ത്യയിൽ നിലനിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതിന്റെ എക്സാമ്പിൾ നമുക്ക് പല രീതിയിൽ എക്സാമ്പിൾസ് അറിയാം. ഇത്തരത്തിലുള്ള അറ്റാക്കിങ് ചിലപ്പോൾ ഇന്ത്യൻ ശരിയുള്ള അറ്റാക്കിങ് ആയിരിക്കാം. ഓക്കെ, ചിലപ്പോൾ അൺഇന്ത്യൻ ശരിയുള്ള അറ്റാക്കിങ് ആയിരിക്കാം. നമുക്ക് ഇസ്രായേൽ അറ്റാക്കിന്റെ, കാരണം ഇസ്രായേലാണ് ഇത്തരത്തിലുള്ള അറ്റാക്കുകളൊക്കെ മുന്നോട്ട് കൊണ്ടുവരാറുള്ളത്. 9/11 അറ്റാക്കിനൊക്കെ മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ കേട്ടൊരു കാര്യമാണ് ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തെന്നുള്ള കാര്യങ്ങൾ അല്ലെ. ഇപ്പം ഈ ഹൈജാക്കിങ് നിങ്ങൾ കേൾക്കുന്നത് വളരെ കുറവായി. അത്രത്തോളം സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സുകൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു 1995 മുന്നേ 2000 മുന്നേ ആണെന്നുണ്ടെങ്കിൽ പോലും കംപ്ലീറ്റ്ലി ഫ്ലൈറ്റ് ഹൈജാക്കിംഗ് ആണ്. എന്തെങ്കിലും ഒരു ആവശ്യം നടന്നെങ്കിൽ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യാം. പക്ഷെ ഇപ്പം ആ ഒരു കാര്യങ്ങൾ നടക്കാറില്ല. കാരണം ഒരുപാട് തരത്തിലുള്ള ബിൽറ്റ് ഇൻ ഷീൽഡ് സിസ്റ്റംസ് ഒക്കെ ഫ്ലൈറ്റിനകത്ത് തന്നെ ഉണ്ട്. അതുപോലെ തന്നെ വ്യക്തമായ സെക്യൂരിറ്റി ചെക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു പോയിന്റ് ഓഫ് ഈ ആർട്ടിക്കിൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ്. സോ ചെറിയൊരു പൊട്ടിത്തെറിയാണ്. സോ പൊട്ടിത്തെറി വരുന്ന സമയത്ത് ഒരുപാട് റിസ്ക് എലമെന്റുകൾ പറയുന്നു. ചിലപ്പോൾ ഇന്ത്യയിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളായിരിക്കും. അപ്പൊ നമുക്ക് പെഗാസസ് വൈറസ് 2019 വന്നൊരു വൈറസാണ് പെഗാസസ്. ഒരു വൈറസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല, നമ്മുടെ എല്ലാവരുടെയും മൊബൈൽ ഫോൺസിൽ പെഗാസസ് ഇസ്രായേൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വൈറസസ് ആയിരുന്നു. ഡാറ്റാസ് ചോർത്തുന്നതിന് വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു വൈറസ് ആയിരുന്നു. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ MP മാരുടെ മൊബൈൽ ഫോൺസ് അതുപോലെ തന്നെ ജഡ്ജസിന്റെ മൊബൈൽ ഫോൺസ് ഇതൊക്കെ ഹാക്കഡ് ആയിരുന്നു. വലിയൊരു ഇഷ്യൂ ആയിരുന്നു 2019 പെഗാസസ് വൈറസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ. അപ്പൊ അതിലുള്ള അറ്റാക്കിങ്ങൾ ഇനി വരാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളാണ്. ഇന്ത്യ ഗവൺമെന്റ് ഈ ഒരു സിവിൽ ഏവിയേഷൻ സെക്ടേഴ്സിനകത്തുള്ള സേഫ്റ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വൈഫൈ സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. വൈഫൈ ബാനിങ് സിസ്റ്റം. അപ്പോൾ നമ്മൾ 5G വന്ന സമയത്ത് 5G കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള മൈക്രോവേവ്സ് ആണ്. 5G വന്ന സമയത്ത് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ജാമേഴ്സുകളും കാര്യങ്ങളൊക്കെ ഇന്ത്യ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, ക്യാപ്ചറിംഗ് ദ കോസ്റ്റ് ഓഫ് ഹെൽത്തി ഡയറ്റ്സ്. ദോ back again to healthy
ഓക്കെ, ഹെൽത്തി ഡയറ്റ്സ്. സോ ഇപ്പൊ ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്ന ക്രക്സ് പോയിന്റിൽ ആദ്യം പറഞ്ഞുതരാം. നമ്മുടെ ഹെൽത്തി ഫുഡ് ഹാബിറ്റുകൾ വളരെ കുറവാണ് എന്നാണ് പറയുന്നത്. ഇവൻ തോ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു ഹെൽത്തി അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകളല്ല നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ പണ്ട് ഉണ്ടായിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാൽ ന്യൂട്രീഷൻ അല്ലെങ്കിൽ അണ്ടർ ന്യൂട്രീഷൻസ് ഒക്കെ ആയിരുന്നു. അണ്ടർ നൗറിഷ്മെന്റ്, കുട്ടികളൊക്കെ സ്റ്റണ്ടിങ് അല്ലെങ്കിൽ വേസ്റ്റിംഗ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് വിടും. അതായത് അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് ലഭിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു പണ്ട്. അതായത് ദാരിദ്ര്യം എന്ന് ബേസിക്കലി പറയാം. ഓക്കെ, ഇപ്പോഴാണെങ്കിൽ നമുക്കറിയാലോ അംഗനവാടി മുഖേനയൊക്കെ നമ്മൾ ഈ പയറുവർഗ്ഗങ്ങളൊക്കെ കൊടുക്കുന്ന നിങ്ങൾ കാണാറുണ്ട്. ഓക്കെ, അത് കൊടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നത് വീട്ടിലെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ബട്ട് ആക്ച്വലി അത് ന്യൂട്രീഷൻസ് കുട്ടികൾക്ക് കൊടുക്കുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു ആർട്ടിക്കിൾ നോക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ, ഇപ്പം ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഇതൊന്ന് ഓർത്തിരിക്കുക. എന്താണ് NFHS? എല്ലാ വർഷവും ഓരോ റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യാറുണ്ട്. നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി അല്ലെങ്കിൽ നമ്മുടെ കഴിക്കുന്ന ഇൻടേക്ക് ചെയ്യുന്ന ഫുഡ്, അതിന്റെ ഫുഡ് ഹാബിറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെപ്പറ്റി റിപ്പോർട്ടൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് ഒരു നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ആണ്. ഇപ്പൊ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ 2015-16 ആൻഡ് 2019-21 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ അണ്ടർ നൗറിഷ്മെന്റ് അല്ലെങ്കിൽ അണ്ടർ ന്യൂട്രീഷൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ദാറ്റ് മീൻസ് അണ്ടർ ന്യൂട്രീഷൻസ് വളരെ പ്രിവലന്റ് ആണ്. അതുപോലെ തന്നെ അനീമിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിന്റെ കുറവാണ് അനീമിയ. അഡൾട്ട് ഏജിലുള്ള ആളുകൾക്ക്, എസ്പെഷ്യലി വുമൻസിനൊക്കെയാണ് അല്ലെങ്കിൽ അഡോൾസെന്റ് ആയിട്ടുള്ള ഗേൾസിനൊക്കെയാണ് ഈ ഒരു അനീമിക് ആയിട്ടുള്ള ഇഷ്യൂസുകൾ, ബ്ലഡ് ഇല്ലാത്ത ഇഷ്യൂസ് ഒക്കെ വരുന്നത്. സോ അനീമിക് സിറ്റുവേഷൻസ് കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട്. ബട്ട് അതേപോലെ തന്നെ വന്നിരിക്കുന്ന മറ്റു കാര്യമാണ് ഒബിസിറ്റി ആൻഡ് ഓവർ വെയിറ്റ്. ഒബിസിറ്റി വെച്ച് കഴിഞ്ഞാൽ പൊണ്ണത്തടി എന്ന് പറയാം. ഓവർ വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ BMI-നേക്കാൾ കൂടുതൽ ഓവർ വെയിറ്റ് വരുന്ന കാര്യങ്ങളൊക്കെ. സോ ഇത് ഇൻ ബോത്ത് റൂറൽ ആൻഡ് അർബൻ ഏരിയസിൽ കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങളാണ്. പണ്ട് വെറും അണ്ടർ നൗറിഷ്മെന്റ്, അണ്ടർ ന്യൂട്രീഷൻസ് മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത് കാര്യങ്ങൾ മൊത്തം വരുന്നത്. അപ്പൊ ഇതിന്റെ ഉദ്ദേശം, ഇതിന്റെ ഒരു മീനിങ് അവർ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഹാബിറ്റ്, ഫുഡ് എല്ലാവരും കഴിക്കുന്നുണ്ട്. ബട്ട് എന്ത് കിട്ടുന്നില്ല അവർക്ക്? ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് അവർക്ക് ലഭിക്കുന്നില്ല. ഓക്കെ, ന്യൂട്രീഷൻസ് ആയിട്ടുള്ള ഇൻടേക്കുകൾ നമ്മൾ എടുക്കുന്നത് വളരെ കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ന്യൂട്രീഷൻസ് എടുക്കാൻ വരുന്നതിന് കാരണം? നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള റീസൺ ആണ്. ഓക്കെ, സോ എന്തുകൊണ്ട്, why they can get the access to the nutritious food? സോ എന്തുകൊണ്ടാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഹെൽത്തി ഡയറ്റ്, CHD എന്ന് പറയും. ഇപ്പൊ കോസ്റ്റ് ഓഫ് ഹെൽത്തി ഡയറ്റ്, ഇപ്പൊ CHD എന്ന് ബേസിക്കലി പറയുന്നത് ഒരു ഹെൽത്തി ഡയറ്റിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റ് നമ്മളെ കയ്യിൽ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 100 രൂപക്ക് ഒരാൾ ജോലിക്ക് പോകുന്നു, പെർ ഡേ വേജ് 100 രൂപയാണ്. ബട്ട് അദ്ദേഹത്തിന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അറൌണ്ട് 120 രൂപ ആവശ്യമായിട്ടുണ്ട്. അപ്പൊ കോസ്റ്റ് ഓഫ് ഹെൽത്തി ഡയറ്റ് എന്താണ്? നെഗറ്റീവിലാണ് പോകുന്നത്, അല്ലെ? ഇവിടെ കോസ്റ്റ് ഓഫ് ഹെൽത്തി ഡയറ്റിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മുടെ ഫുഡ് പ്രൈസസ് റൈസ് ചെയ്യാണ്. എസ്പെഷ്യലി നമ്മുടെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പൾസസ്, എഗ്സ് തുടങ്ങിയ കാര്യങ്ങളുടെ റേറ്റ് കൂടുന്നതനുസരിച്ചിട്ട് കോസ്റ്റ് ഓഫ് ഹെൽത്തി ഡയറ്റ് കുറവാണ്. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, ഫുഡ് കഴിക്കാൻ ആവശ്യമുള്ള അപ്പൊ 100 രൂപ കിട്ടിക്കാൻ 100 രൂപ നമുക്ക് ഫുഡ് കഴിക്കാം, വിശപ്പെടണം. ബട്ട് എന്താണ് സംഭവിക്കുന്നത്? ന്യൂട്രീഷൻസ് ഇൻടേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ, സോ 2024 സ്റ്റേറ്റ് ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ന്യൂട്രീഷൻസ് റിപ്പോർട്ട് പ്രകാരം അറൌണ്ട് 55.6% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻസ് could not afford to purchase a diet that met their nutritional needs. അവരെ വിശപ്പടങ്ങുക, ന്യൂട്രീഷണൽ നീഡ്സ് മെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പൈസ അവരെ കയ്യിലില്ല. ഐഡിയ മനസ്സിലാന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ആണ്. ഫുഡ് കഴിക്കാൻ പൈസ ഉണ്ട്, ബട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് ഇൻടേക്ക് ചെയ്യാൻ ആവശ്യമുള്ള പൈസ നമ്മളെ കയ്യിലില്ല. എന്തുകൊണ്ടാണ്? ഈ ന്യൂട്രീഷൻസ് ആവശ്യമുള്ള പൾസസിന്റെ, വെജിറ്റബിൾസിന്റെ, എഗിന്റെ ഒക്കെ റേറ്റ് വളരെ കൂടുതലാണ്. അതാണ് സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ. പിന്നെ ഇവിടെ ഒരു താലിനോമിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. താലിനോമിക്സ് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. താലി, നമ്മൾ സാധാരണ ഈ ഭക്ഷണ എന്താണ് ചോറ് എന്ന് പറയുന്ന ഒരു കാര്യം താലി മീൽസ് എന്നാണ് പറയാറുള്ളത്. ഓക്കെ, അപ്പൊ താലിനോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ഒരു സ്റ്റേപ്പിൾ ഫുഡ് ഐറ്റമാണ്. ഇപ്പൊ സ്റ്റേപ്പിൾ ഫുഡ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഫുഡിനാണ് നമ്മൾ സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിലെ സ്റ്റേപ്പിൾ ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും ചോറ് എന്ന് പറയും, അല്ലെ? നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ്, കോമൺ ആയിട്ട് കഴിക്കുന്ന കാര്യമാണ് സ്റ്റേപ്പിൾ ഫുഡ്. പിന്നെ നോർത്തിലേക്ക് പോയി അവിടുത്തെ സ്റ്റേപ്പിൾ ഫുഡ് എന്തായിരിക്കും? ചപ്പാത്തി പോലത്തെ ഐറ്റംസ് ആയിരിക്കും, അല്ലെ? അവിടെ ചോറ് കഴിക്കുന്നതൊക്കെ വളരെ കുറവാണ്. അവിടെ താലിനോമിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും ഏകദേശം പൈസ കൊടുക്കുന്നത് എന്തിനാണ്? ഈ ചോറും അതുപോലെ തന്നെ കറി ഐറ്റംസും അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്.
അപ്പൊ താലിനോമിക്സിലൂടെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് വെജിറ്റേറിയൻ ഓർ താലി, ലൈക്ക് നോൺ വെജിറ്റേറിയൻ താലി ഐറ്റംസ്. അപ്പം അതിനാവശ്യമായിട്ട് നമ്മൾ എത്രത്തോളം എമൗണ്ടുകൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു, ഒരാൾക്ക് എത്രത്തോളം എമൗണ്ടുകൾ സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നു താലിനോമിക്സ്. നമ്മളൊരു ഒന്നും വേണ്ട, നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ 100-150 രൂപക്കോ നമ്മൾ ചോറ് കഴിക്കുന്നു, അതിന് എന്തൊക്കെ ഇൻടേക്കാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ കണക്കുകൾ പ്രകാരം പറയുന്നത് താലിനോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിൽ അംഗീകരിച്ച കാര്യം ഏറ്റവും നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ്. ബട്ട് ആസ് പെർ ദ ഡാറ്റാസ് 61% മാത്രമാണ്. ഇവൻ തോ താലിനോമിക്സിന് വേണ്ടി ഞാൻ പൈസ ചെലവഴിക്കുന്നതിനെ പോലും ഏകദേശം 61% മാത്രമാണ് എനിക്ക് ന്യൂട്രീഷ്യസ് ഇൻടേക്ക് ഇവൻ തോ നമ്മൾ ഫുഡ് അല്ലെങ്കിൽ ചോറ് കഴിച്ചാൽ എനിക്ക് ലഭിക്കുന്നുള്ളൂ. ഇപ്പൊ താലിനോമിക്സുകളുടെ കണക്കുകൾ പ്രകാരം അതിൽ നിന്ന് പോലും ന്യൂട്രീഷ്യൻസ് ഇൻടേക്ക് ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളതിന്റെ മറ്റൊരു സോഴ്സ്, ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സോഴ്സ് കണ്ടെത്തിയിരിക്കണം. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കാന്ന് വെച്ചാൽ ലാസ്റ്റ് ഫൈനൽ പറഞ്ഞില്ല, മിനിമം പെർ പേഴ്സൺ പെർ ഡേ എക്സ്പെൻഡിച്ചേഴ്സ് നീഡ് ടു മീറ്റ് ദർ ഡെയിലി ഫുഡ് ഗ്രൂപ്പ് വൈസ് എനർജി റെക്കമെൻഡേഷൻ പ്രിസ്ക്രൈബ്ഡ് ബൈ നാഷണൽ FBDG. ഇപ്പൊ നാഷണൽ FBDG പറഞ്ഞ പോലെയുള്ള ഒരു ന്യൂട്രീഷൻ ഇൻടേക്കിന് ആവശ്യമായിട്ടുള്ള ഒരു എന്താണ് ഒരു ചാർട്ട്, എന്തൊക്കെ വാങ്ങണം എന്തൊക്കെ കഴിക്കണം എന്നുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ, ന്യൂട്രീഷൻസ് ഇൻടേക്ക് കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതില് കോസ്റ്റ് ഓഫ് ഹെൽത്തി ഡയറ്റ് COHD എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ മെയിൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആയിരിക്കും കേട്ടോ. അപ്പൊ കോസ്റ്റ് ഓഫ് ഹെൽത്തി ഡയറ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പം ബിഫോർ ആൻഡ് ആഫ്റ്റർ COVID-19 ശേഷം ഒരുപാട് ഇഷ്യൂസുകൾ നടന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫുഡ് ഐറ്റംസിന്റെ വില കൂടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ COVID-19 സമയത്താണ് കൂടുതൽ ഇഷ്യൂസ്. കാരണം COVID-19 വന്ന സമയത്ത്, ലോക്ക്ഡൌൺ വന്ന സമയത്ത് സാധനങ്ങളുടെ വിലയൊക്കെ വല്ലാതെ കൂടി അല്ലെ. സപ്ലൈ സൈഡ് ഡിസ്ട്രപ്റ്റ് ആയ സമയത്ത് മാർക്കറ്റിലേക്ക് പ്രൊഡക്റ്റ് എടുത്തുന്ന സാധനത്തിന്റെ വില നല്ല കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്തിന് ശേഷമാണ് നമ്മുടെ ഈ ഹെൽത്തി ഡയറ്റ് നമ്മൾ ഫോക്കസ് ചെയ്യാതിരുന്നത്. അപ്പൊ നമ്മൾ ഒരു വർഷം നമ്മൾ ഒരു നോർമൽ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് നമ്മൾ വീണ്ടും അതേ ഡയറ്റാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ന്യൂട്രീഷൻസ് ഇൻടേക്ക് നമ്മൾ അവിടെ എടുക്കുന്നത് കുറഞ്ഞു തുടങ്ങി. ഐ തിങ്ക് ഓർ ഓഫ് എല്ലാ ആർട്ടിക്കിൾസും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇതിൽ GDP ബന്ധപ്പെട്ടിരിക്കുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ ഓക്കെ സോറി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ആർട്ടിക്കിൾ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് ഡിസപ്പോയിന്റ്മെന്റ്സ്. ഇപ്പൊ ഈ അപ്പോയിന്റ്മെന്റ്സിൽ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചു നോക്കുക. എസ്പെഷ്യലി ഏകദേശം നിങ്ങൾക്ക് പൊളിറ്റിയെ ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ആർട്ടിക്കിൾസും ഏകദേശം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഞാൻ എല്ലാം പറഞ്ഞ് നമ്മുടെ സെഷൻസ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നതായിരിക്കും. 10 o'clock നമുക്ക് സീസാരി തുടങ്ങുന്നതാണ്. ഇതിൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ്. അപ്പൊ നോർമലി ഇൻ കേസ് ഓഫ് ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുന്നത്, ഇപ്പൊ ജുഡീഷ്യറി എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് ഇന്ത്യൻ ഡെമോക്രസിയിലുള്ള 3 ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഏരിയാസുകളാണ് ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേറ്റീവ് എന്ന് പറയുന്നത്. ലെജിസ്ലേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമനിർമ്മാണം, പാർലമെന്റ്, നിയമസഭ പോലെയുള്ളതും. എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ മന്ത്രിമാരും. ജുഡീഷ്യറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമജ്ഞരും നിയമവിദഗ്ധരുമാണ്. ഓക്കെ, ഈ 3 ഓർഗൻസും ഇൻഡിപെൻഡന്റ് ആണ്, ഒന്നും റിലേറ്റഡ് അല്ല. അപ്പൊ ഇവിടെ ഈ ജുഡീഷ്യറിയുടെ അപ്പോയിന്റ്മെന്റുകൾ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ഹൈക്കോടതി ജഡ്ജസിന്റെ അപ്പോയിന്റ്മെന്റുകൾ നടത്തുന്നത് കൊളീജിയൽ സിസ്റ്റമാണ്. കൊളീജിയൽ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ജഡ്ജസ്മാർ അടങ്ങിയിട്ടുള്ള സിസ്റ്റം. സോ അവരാണ് ഈ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ്. ഒരിക്കലും ഒരു മന്ത്രിമാർക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ലെജിസ്ലേറ്റീവിനോ പാർലമെന്റിനോ ഒരു ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് നടത്താൻ പറ്റില്ല. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഭരിക്കുന്ന പാർട്ടിക്ക് അനുയോജ്യമായിട്ടുള്ള ജഡ്ജസിനെ നിയമിക്കുകയും അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള ജഡ്ജ്മെന്റ് നടത്തുകയും ചെയ്യും. അതില്ലാതിരിക്കാൻ വേണ്ടി കൊളീജിയൽ സിസ്റ്റം 2014 ഐ തിങ്ക് 2014 കൊളീജിയൽ സിസ്റ്റം കൊണ്ടുവന്നത്. കുറച്ച് ജഡ്ജസുകൾ വന്നിട്ടുള്ള ഒരു ഗ്രൂപ്പ്, അവരായിരിക്കും നല്ല ജഡ്ജസിനെ സെലക്ട് ചെയ്തിട്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആക്കുക, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആക്കുക ഒക്കെ ചെയ്യുന്നത്. സോ അതിൽ നിന്ന് മാറി ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് ഇനി മുന്നോട്ടേക്ക് എങ്ങനെ പോവാം, ഒരു കമ്മീഷൻ. ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന കാര്യം, ഒരു കമ്മീഷൻ നമുക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കമ്മീഷന്റെ ചെയർപേഴ്സൺ ഒക്കെ ആരായിക്കോട്ടെ, ഈ പറഞ്ഞിരിക്കുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിക്കോട്ടെ, ആ ഒരു കമ്മീഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റുകൾ നടത്താം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന, അപ്പൊ കമ്മീഷൻ വന്നിട്ടില്ല, ആ ഒരു ഡിസ്കഷനെ ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് പ്രസിഡന്റ് ആണ് ആക്ച്വലി ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് നടത്തുന്നത്. ഒരു ചീഫ് ജസ്റ്റിസ് ആയിക്കോട്ടെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ഗവർണേഴ്സ് ആണ്. അപ്പം പ്രസിഡന്റ് ആണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിലും ക്യാബിനറ്റ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പ്രസിഡന്റ് പറയും നിങ്ങൾ ഇന്നയാളെ പിടിച്ചിട്ട് എന്താക്കണം, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആക്കി വെക്കണം എന്ന് പറയും. അപ്പം ആക്ച്വലി പ്രസിഡന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന റബ്ബർ സ്റ്റാമ്പ് പോലെ ആക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ആ പവേഴ്സ് വീണ്ടും സ്ട്രെങ്തൻ ചെയ്യണം. അപ്പൊ കമ്മീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ലെജിസ്ലേറ്റീവ് അല്ലെങ്കിൽ ക്യാബിനറ്റിനാണ് കൂടുതൽ പവർ കിട്ടുന്നത്. അത് ഇല്ലാതിരിക്കാൻ കുറച്ച് പേര് അതിനെ സപ്പോർട്ട് എന്ന് പറയുന്നുണ്ട്, കുറച്ച് പേര് അതിനെ സപ്പോർട്ട് ചെയ്യാതെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 143, അതായത് ലെജിസ്ലേറ്റീവോ എക്സിക്യൂട്ടീവോ ഏത് തരത്തിലുള്ള ആക്ടുകൾ എടുത്താൽ പോലും അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനും അത് സ്ട്രക്ക് ഡൗൺ ചെയ്യാനും പവർ സുപ്രീം കോടതിക്ക് ഉണ്ട്.
ഗവൺമെന്റ് നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്റ്റക്ക് ഡൗൺ ചെയ്യാനുള്ള പവർ സുപ്രീം കോടതിക്ക് ഉണ്ട്. അതിന്റെ പവറാണ് പറയുന്നത് ആർട്ടിക്കിൾ 143 പറയുന്ന ഒരു ആർട്ടിക്കിൾ അതാണ്. ഓക്കെ, സോ അങ്ങനെ തുടങ്ങിയിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിൾസിൽ പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. പൊളിറ്റിയൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. അത്യാവശ്യം എന്താണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം, അതുപോലെ തന്നെ ഒരു മെയിൻസ് പെർസ്പെക്റ്റീവില് ഓർത്തിരിക്കുക. മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് എല്ലാ വർഷവും ഈ ഇഷ്യൂസുകൾ വരാറുണ്ട്. അപ്പം ഇതും ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് സ്റ്റാർ ചെയ്ത് വെക്കാം. ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം നമുക്ക് നെക്സ്റ്റ് ഇയറിൽ വേണമെങ്കിൽ ഒന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, സോ as of now we have completed all the articles. സോ വീണ്ടും നിങ്ങളെ റിമൈൻഡ് ചെയ്യാണ്, കറണ്ട് അഫയേഴ്സ് is an important part of UPSC preparation. So deep understanding of current affairs is very important. Also we have to make note out of important articles, revise, re-revise, then again revise. A maximum revision, വ്യക്തമായുള്ള അണ്ടർസ്റ്റാൻഡിങ് കറണ്ട് അഫയേഴ്സിൽ ഉണ്ടെങ്കിൽ ഇൻ കണക്ഷൻ വിത്ത് സ്റ്റാറ്റിക് പോർഷൻസ് UPSC സിവിൽ സർവീസ് എക്സാമിനേഷനിൽ നിങ്ങൾക്ക് മെയിൻസ് ഓർ പ്രിലിംസ് വളരെ സിമ്പിൾ ആയിട്ട് ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കാരണം കഴിഞ്ഞ ഈ ഒരു 3 days ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ 3 ദിവസമായിട്ട് നമ്മൾ essay പേപ്പർ ജിസ്പർ 1, 2, ജിസ്പർ 3 and 4 5 എക്സാമിനേഷനാണ് സിവിൽ സർവീസ് നടന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വീക്കാണ് എക്സാം നടക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു പേപ്പേഴ്സ് കഴിഞ്ഞ 3 ദിവസമായിട്ട് നമ്മൾ റിസർച്ച് ടീം അനലൈസ് ചെയ്തതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഏകദേശം GS-പേപ്പർ 1 അനാലിസിസ് നടത്തിയതിനു ശേഷം നിങ്ങൾക്ക് യൂട്യൂബ് വഴി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. കഴിഞ്ഞ വർഷവും ഈ വർഷവും ബന്ധപ്പെട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഡിഫറൻസ് എങ്ങനെയാണ്, അപ്പം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചിട്ടുള്ളത്, എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് യൂട്യൂബിൽ നൽകുന്നതായിരിക്കും. സോ വീണ്ടും ഓർമ്മിക്കുകയാണ്, കറണ്ട് അഫയേഴ്സിന് നിങ്ങൾ വ്യക്തമായ ടൈം എല്ലാ ദിവസവും അലോക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഇനി നാളെ മറ്റൊരു ആർട്ടിക്കിൾ ഡിസ്കഷനെ ബന്ധപ്പെട്ട് കാണാം. താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.